ചന്ദ്രമൗലീശ്വര പൂജയൊക്കെ ചെയ്യേണ്ടത് കർത്തവ്യമായതുകൊണ്ട് ചെയ്യാൻ വന്നിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ആത്മരതിരേവസ്യാത് ആത്മതൃപ്തശ്ച മാനവഹ എന്നുള്ള സ്ഥിതിയിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനേ പറ്റില്ല. എവിടെയോ അഭിഷേകം ചെയ്യും, എവിടെയോ പുഷ്പാർച്ച, എന്തിനെയോ നോക്കിക്കൊണ്ടിരിക്കും. പൂജ എന്ന് വെച്ചാൽ ഒരു സമയമുണ്ട്, ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഉണ്ട്. പാവം ആളുകളൊക്കെ ഈ മഠാധിപതി പൂജ ചെയ്ത് കാണാൻ വന്നിരിക്കും. ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പൂജ ചിലപ്പോൾ ഒരു ദിവസമായി കളയും. ഇത് ചെയ്യണ്ടേ? ഇരുന്നു കഴിഞ്ഞാൽ ചെയ്യാനും പറ്റില്ല, എന്നാൽ ചെയ്യാതിരിക്കാൻ പാടുമോ? ഉപേക്ഷിക്കാനും വയ്യ. അപ്പൊ സ്വാമികൾ പിന്നീട് പറയുന്നു, എല്ലാരും ഞാൻ മഠാധിപതിയാണ്, ഇന്നതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കണോ? ചെയ്യാതിരുന്നാൽ അവരെന്തു വിചാരിക്കും? ഇദ്ദേഹമേ ചെയ്യുന്നില്ല, പിന്നെ ഞങ്ങളൊക്കെ എന്തിനു ചെയ്യണം എന്ന് പറഞ്ഞ് അവരൊരു റീകോഴ്സ് എടുത്തോളും. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ അവർ ആ സ്ഥിതിയിൽ അവർക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് ഒരു ദൂഷ്യവും വരാനില്ല. അവര് ചെയ്യാൻ സാധിക്കൂല അവർക്ക്. ജീവൻ മുക്തന്മാർക്ക്. അങ്ങനെ ജീവൻ മുക്തന്മാരായി ജ്ഞാനികളായിട്ടുള്ളവർ പോലും ലോകസംഗ്രഹത്തിന് വേണ്ടി, ലോകമംഗളത്തിന് വേണ്ടി പലതും ചെയ്ത് കാണിക്കുകയാണ് നമുക്ക്. ഇങ്ങനെ പ്രവർത്തിക്കൂ, ഇങ്ങനെ ചെയ്യൂ, വഴി കാണിക്കുകയാണ്. അതിന് ഭഗവാൻ ഇവിടെ നിയമം പറയാണ്, യദ്യത് ആചരത്തി ശ്രേഷ്ഠ. ലോകത്തിൽ എപ്പോഴും സ്വയം ബുദ്ധി ഉപയോഗിച്ച് നടക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്. നമ്മളുടെ മെഷീനൊക്കെ കേടുവന്നേ പോയിരിക്കുന്നു, എത്രയോ ജന്മമായി. ഒക്കെ ഒരാൾ നടന്നാൽ ആ വഴിക്ക് നടക്കും. സൊസൈറ്റി എവിടെ വേണമെങ്കിൽ നോക്കിക്കൊള്ളാം. അടുത്ത വീട്ടിലെ കുട്ടി എഞ്ചിനീയറിംഗിന് പോയാൽ എന്റെ മകൻ എഞ്ചിനീയറിംഗ്, അടുത്ത വീട്ടിൽ കുട്ടി MBBS പോയാൽ എന്റെ മകൻ MBBS. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ എന്ന് പോയാൽ എല്ലാവരും കമ്പ്യൂട്ടർ. ഒറിജിനലായിട്ടൊരു വഴി ഒരു കുട്ടി തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ പോലും അച്ഛനും അമ്മയും കുടുംബത്തിലുള്ളവരും നാട്ടുകാരും ഒക്കെ കൂടെ ആ കുട്ടി ആകപ്പാടെ ചവിട്ടി മെതിച്ച് പാളീസാക്കി കളയും, പേടിപ്പിച്ച് വിരട്ടി. അയ്യോ, അതിനൊന്നും സ്കോപ്പില്ല, ഹോപ്പില്ല അല്ലേ? എന്താണ്? മുമ്പേ നടക്കുന്ന ഗോവുതന്റെ പിൻപേ ഗമിക്കുന്നു പശുക്കളെല്ലാം. ഒരു പശു മുൻപേ പോയാൽ പഴയ എല്ലാം പോകും. ഒരു കുട്ടിയോട് സ്കൂളിലെ ടീച്ചർ ചോദിച്ചു, ഒരു വേലിക്കകത്ത് 10 ആടുണ്ട്, 4 എണ്ണം പുറത്തു വന്നാൽ എത്ര എണ്ണം ഉണ്ടാവും? കുട്ടി പറഞ്ഞു, ടീച്ചറെ ഒന്നും ഉണ്ടാവില്ല. ടീച്ചർ വടിയെടുത്ത് അടിക്കാൻ പോയപ്പോ കുട്ടി പറഞ്ഞു, വടിയൊക്കെ അവിടെ വെക്കുക, ടീച്ചർക്ക് വേണമെങ്കിൽ കണക്കറിയാതിരിക്കാം, പക്ഷെ എന്റെ വീട്ടിൽ ആടുകളുണ്ട്, ആടുകളെ എനിക്ക് നല്ലവണ്ണം അറിയാം, 4 എണ്ണം പോയാൽ ബാക്കി ഒന്നും അവിടെ ഉണ്ടാവില്ല, ഒക്കെ പുറത്തു പോകും. ഇത് ലോക സ്വഭാവം. അതുകൊണ്ടായിരിക്കും യേശു ക്രിസ്തു ആടുകളെ എന്ന് വിളിച്ചത് നമ്മളെയൊക്കെ. ഒന്ന് പോയാൽ എല്ലാം എന്നെ പറയും. പഴയ ഒരു കഥയുണ്ട്. ഒരു ബ്രാഹ്മണൻ എല്ലായിടത്തും ഒരു ചെമ്പ് പഞ്ചപാത്രവും കൊണ്ട് പോകും. കാശിയിൽ കുളിക്കാൻ പോയപ്പോ ഈ പഞ്ചപാത്രം കരയ്ക്ക് വെച്ചിട്ട് കുളിക്കാൻ ഇറങ്ങുമ്പോ ആരെങ്കിലും എടുത്തോണ്ട് പോവാതിരിക്കണമല്ലോ, മണ്ണ് മന്തിയിട്ട് അതിൽ വെച്ചിട്ട് അടയാളം, സ്ഥലം അറിയാൻ വേണ്ടിയിട്ട് ആ മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം മാതിരി ഒന്ന് പിടിച്ചു വെച്ച് വെള്ളത്തിലിറങ്ങി. കുറെ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കുളിച്ചു വരുമ്പോ അവിടെ മുഴുവൻ ശിവലിംഗം. ஹனுமான் காட்டுல தான் அவர் குளிச்சிருக்கணும். அங்கதான் தமிழ்காரெல்லாம் வருவா, அவாதான் பண்ணுவா. இப்படி திருவண்ணாமலையில கிரி பிரதட்சணத்துக்கு ஓரோருக்கா ஓரோ தமாஷ் ஜோக் பார்க்கலாம். ஒருத்தன் பெருசா ஒரு ஊதுபத்தி பிடிச்சுன்னு போனா எல்லாரும் அதே மாதிரி பேக்ல பிடிச்சு, ஒருத்தன் கையை தூக்கி நடந்தா எல்லாரும் கையை தூக்கி நடப்பாங்க. എന്നതുக்கு കേൾക്കறதே கிடையாது. എല്ലായിടത്തും ശിവലിംഗം പിടിച്ചു. ഇയാളുടെ പാത്രം നഷ്ടമായി. അപ്പൊ ഈ ബ്രാഹ്മണൻ പറഞ്ഞു അത്രേ, ഗതാനുഗതികോ ലോകഃ നലോക പാരമാർത്ഥിക ഗംഗാസൈകതലിംഗേഷു നഷ്ടം മേ താമ്രഭാജനം. ഗംഗയുടെ മണൽത്തിട്ടല് എന്റെ താമ്രപാത്രം പോയി, ഇപ്പൊ അതാണ് ഉണ്ടായത്. നടന്ന വഴിക്ക് നടക്കുകയാണ്. ഇത് മനുഷ്യ സ്വഭാവം. അങ്ങനെ നടക്കരുത്, സ്വയം ചിന്തിച്ച് നടക്കണം എന്ന് പറഞ്ഞാലും സമൂഹം അതിന്റെ വഴിക്ക് നടക്കുള്ളൂ. സ്വയം ചിന്തിച്ച് നടക്കണം എന്ന് ഒരാൾ പ്രസംഗിച്ചാൽ ആരെയും ഫോളോ ചെയ്യരുത്. ജിഡു കൃഷ്ണമൂർത്തി പറഞ്ഞു, ഡു നോട്ട് ഫോളോ എനിവൺ, ഡു നോട്ട് സീക്ക് എനി ഗുരു, ത്രോ അവേ ഓൾ ഗുരുസ്. ഇറ്റ് ഈസ് ഇഡിയോട്ടിക് ടു വർഷിപ്പ് എ പേഴ്സൺ. ഫോട്ടോ വെച്ചിട്ട് വർഷിപ്പ് ചെയ്യാം. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ അവനവൻ ചിന്തിച്ച് അവനവന്റെ അവസാനം എന്താന്ന് അദ്ദേഹത്തിന് ഫോട്ടോ വെച്ച ആളുകൾ, ഇദ്ദേഹമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, ഒരു ചന്ദ്രത്തിരിയൊക്കെ കൊളുത്തി വെച്ച് അദ്ദേഹത്തിന് ഫോട്ടോ വെച്ച് പൂച്ച. ഒരു നിവൃത്തിയില്ല.
അപ്പൊ ഇത് ഭഗവാൻ നമ്മുടെ സമ്പ്രദായം എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ വഴി അറിഞ്ഞ് ആ വഴിക്ക് തന്നെ പോവാം. അല്ലാതെ അത് മാറ്റി മറിച്ച് ആകെപ്പാടെ ഉഴുതു മറിക്കണം എന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. കൃഷ്ണമൂർത്തി സിലോണിലൊക്കെ പ്രസംഗിക്കുമ്പോ പറയും, ഇതേ വാക്കുകൾ പറയും. ഒരാൾക്ക് അടിമയാവുക, ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് നിങ്ങളാണ് എല്ലാത്തിനും മേലെ എന്ന് പറഞ്ഞ് ഭക്തി കാണിക്കൽ, ഇതൊക്കെ ഫൂളിഷ്നെസ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാൽ, അധികാരം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഫോളോവറുണ്ട്, അങ്ങനെ സാക്ഷാത് ബുദ്ധനെ നോക്കണ പോലെ അദ്ദേഹത്തിന് മുമ്പിൽ കണ്ണിന്ന് ധാരധാരയായി കണ്ണീര് വീഴും നമസ്കരിക്കും കൃഷ്ണൻ. ഹി ഹാഡ് ടു അക്സെപ്റ്റ്. അത്ര ഭക്തിയോടുകൂടെ നമസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം പിടിച്ചെഴുന്നേറ്റ് അധികാരത്തിനെ കെട്ടിപ്പിടിച്ചോളും. എന്ത് ചെയ്യാൻ പറ്റും? യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം കുരുത്തേ ലോകസ്തതാണ്. അനുവർത്തനം ലോകത്തിന്റെ സ്വഭാവമാണ്. ഒരാൾ കാണിച്ചാൽ അതേപോലെ കാണിക്കുക എന്നുള്ളത് ലോകത്തിന്റെ സ്വഭാവമാണ്. അതിനെ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ ഇവിടെ എന്തു പറയണമെന്ന് വെച്ചാൽ, നിന്നെ മറ്റുള്ളവർ അനുകരിക്കുകയാണെങ്കിൽ അവർക്ക് കുഴപ്പം വരാത്ത വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും. വെറുതെ ആളുകളുടെ തലയിൽ വേണ്ടാത്തരൊന്നും കയറ്റി വെക്കണ്ട. അതുകൊണ്ട് നീ കർമ്മം ഉപേക്ഷിച്ചാൽ, അർജുനൻ ഇപ്പോ കുരുക്ഷേത്ര ഭൂമിയിലുള്ള സകല യോദ്ധാക്കളുടെ ഐഡിയലാണ്. നീ കർമ്മം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവരൊക്കെ ഉപേക്ഷിക്കും. അർജുനൻ നാളെ കാഷായം എടുത്താൽ അവിടെയുള്ള ലക്ഷക്കണക്കിലുള്ള സൈന്യം സകലതും മൊട്ടയടിച്ച് കാഷായം എടുക്കും. ബുദ്ധൻ ചെയ്തത് അതാണ്. ഒന്നാമത് ബുദ്ധൻ തന്നെ ഒരു ഐഡിയൽ. അപ്പൊ ഒരുപാട് രാജകുമാരന്മാർ സന്യാസം എടുത്തു. ഊരുവേല കാശ്യപൻ എന്ന് പറഞ്ഞൊരു അഗ്നിഹോത്രി ബ്രാഹ്മണനുണ്ടായിരുന്നു. ആ ബ്രാഹ്മണനെ ആദ്യം പോയി തന്റെ വശത്ത് ചേർത്തു. ഊരുവേല കശ്യപൻ ബുദ്ധഭിക്ഷുവായതോടുകൂടെ ആയിരക്കണക്കിന് ബ്രാഹ്മണര് സന്യാസികളായി. എന്താ അവരൊക്കെ? അവരുടെ ലോജിക്ക് എന്താന്ന് വെച്ചാൽ, അവര് പാവം സ്വയം ഒന്നും ചിന്തിച്ചില്ല. ഊരുവേല കശ്യപനെ ബുദ്ധന്റെ ശിഷ്യനായാൽ പിന്നെ ഞങ്ങളൊക്കെ എന്താ? കശ്യപൻ പറയുന്നത് തന്നെ മാർക്കും. എല്ലാരും കാഷായം കൊടുത്തു. യദ്യദാചരതി ശ്രേഷ്ഠ തത്ത്. ചിന്തിച്ചിട്ടല്ല. ഒരാള് നടന്നാൽ ആ വഴിക്ക് എല്ലാരും നടക്കാൻ. സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥത അനുവർത്തത. ഇപ്പൊ തന്നെ നോക്കുക, ഒരു ഗുരു ഒരു പ്രത്യേക രീതിയിൽ വേഷം കിട്ടിയാൽ എല്ലാരും അതേപോലെ വേഷം കിട്ടും. ശിഷ്യന്മാരൊക്കെ നോക്കിക്കൊള്ളാം. അദ്ദേഹം ദാടി വെച്ചാൽ അവർ ദാടി വെക്കും. അദ്ദേഹം പ്രത്യേക ഒരു കളറിൽ വസ്ത്രം കൊടുത്താൽ അവർ അതേപോലെ വസ്ത്രം കൊടുക്കും. ഒക്കെ ഫാൻസി ഡ്രസ് പ്രിയന്മാരാണ്. എന്താന്ന് വെച്ചാൽ ഈ ഇമിറ്റേഷൻ എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ ഇറ്റ് ഇസ് ഇൻഗ്രെയിൻഡ് ഇൻ ഹ്യൂമൻ സൈക്കി. അതിനെ അനുസരിച്ചുകൊണ്ട് ഭഗവാൻ പറയാണ്, അതുകൊണ്ട് അസക്തനായിട്ട് കർമ്മം ചെയ്യൂ. ജനകൻ മുതലായിട്ടുള്ളവരോ കർമ്മം ചെയ്യുന്ന പോലെ ചെയ്യൂ. അർജുന, എന്നെ തന്നെ നോക്കൂ. ഭഗവാൻ തന്നെ പറയാണ്, ഞാൻ എന്നെ തന്നെ നോക്കൂ. എനിക്ക് എന്ത് നേടാനുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് തേരോട്ടിയിട്ട് എനിക്ക് എന്തു വേണം? ഈ യുദ്ധഭൂമിയിൽ ഞാൻ എന്തിനു നിൽക്കണം? എനിക്ക് ദ്വാരകാപുരിയിൽ പോയി സുഖമായിട്ടിരിക്കാമല്ലോ. എന്റെ ദ്വാരകാപുരി അവിടെയൊക്കെ വിട്ടിട്ട് വന്നിട്ട് അവിടെയൊക്കെ ചേരിത്തല്ലും രാഷ്ട്രീയ കളിയുമാണ് നടക്കുന്നത്. ഭഗവാൻ പാവം മറ്റുള്ളവരുടെ ഒക്കെ പ്രവൃത്തിയിലൊക്കെ പോയിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും ദ്വാരകയിൽ തമ്മിൽ തല്ലും പറഞ്ഞാക്കാമയും ബഹളം കൂട്ടലും ആയിക്കഴിഞ്ഞു. ദ്വാരകയിൽ ആ ഭഗവാൻ പറഞ്ഞു, ഞാൻ എന്തിനിവിടെ വന്ന് നിൽക്കണു എന്റെ കൂടെ? ഞാൻ എന്തിനീ രഥം ഓടിച്ചോണ്ട് നിൽക്കണു, തേരോടിച്ചോണ്ട് നിൽക്കണു? കുതിരയെ കഴുകി തേരൊക്കെ വൃത്തിയാക്കി, തേരോട്ടി എങ്ങനെ പ്രവർത്തിക്കണമോ അതുപോലെ പ്രവർത്തിച്ച് അതാണ് ഭീഷ്മ പിതാമഹൻ ഭാഗവതത്തിൽ പറഞ്ഞത്. സർവാത്മനഃ സമദൃശഃ അദ്വയസ്യ ഹി അനഹങ്കൃതേഹ ന തത്കൃതം മതിവൈഷമ്യം നിരഹങ്കാരസ്യ ഹി ക്വചിത്. ഒരു അഹങ്കാരവുമില്ലാതെ ഭഗവാൻ ജീവിച്ചു കാണിച്ചു എന്നാണ്. സർവാത്മാവും സമദൃക്കും പരമാത്മസ്വരൂപിയുമായ ഭഗവാൻ ഈ അർജുനന്റെ തേരോട്ടിയായി നിന്നു. എന്തിനു വേണ്ടി? അർജുനന്റെ അടുത്ത് വല്ലതും കിട്ടാനാണോ? അതാണ് ഭഗവാൻ അടുത്ത 2 ശ്ലോകത്തിൽ പറയണത്. നോക്കാം, 3 ശ്ലോകം. നമേ പാർത്ഥാസ്തി കർത്തവ്യം
ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്മാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ ഉത്സീദേയുരിമേ ലോകാഃ ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താ സ്യാം ഉപഹന്യാമി മാഃ പ്രജാഃ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. ഹേ പാർത്ഥ, 3 ലോകത്തിലും എനിക്ക് കർത്തവ്യമായിട്ട് യാതൊന്നുമില്ല, യാതൊന്നും ചെയ്തു തീർക്കാനില്ല. എന്നിട്ടാണ് നമ്മൾ ഗീതയുടെ സിദ്ധാന്തം ഡ്യൂട്ടിയാണെന്ന് പറയുന്നത്. ഭഗവാൻ പറയണ ഒരു ഡ്യൂട്ടിയും എനിക്കില്ല എന്നാണ്. ഗീതയില് ഡ്യൂട്ടി കോൺഷ്യൻസോടുകൂടെ ചെയ്യൂ എന്ന് ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ളത് വിട്ടിട്ട് സ്വധർമ്മം ആചരിക്കൂ എന്നാണ്. അല്ലാതെ ഡ്യൂട്ടി 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 എന്നുള്ള വാക്കല്ല. അത് വലിയ തലവേദനയാണ്. അഹം കർത്ത എന്നുള്ള വിചാരത്തോടുകൂടെ ചെയ്യുന്നതൊക്കെ ബന്ധിപ്പിക്കും. കർത്തൃത്വ ദുഃഖമാർത്താണ്ഡ ജ്വാലാദഗ്ധാന്തരാത്മനഃ കുതഃ പ്രശമപീയൂഷ ധാരാസാരമൃതേ സുഖം. അഷ്ടാവക്രൻ ചോദിക്കാണ്, കർത്തൃത്വം, ഞാൻ കർത്താവാണെന്നുള്ള ദുഃഖമുണ്ടല്ലോ, അത് നട്ടുച്ചയ്ക്ക് എരിക്കുന്ന വെയിലാണെന്നാണ്. അതിന് നാഹം കർത്ത എന്നുള്ള അമൃതധാര തലയിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ എവിടെ സുഖം? അപ്പോ ഭഗവാൻ പറയാണ്, എനിക്ക് അനവാപ്തം അവാപ്തവ്യം, എനിക്ക് കിട്ടേണ്ടതായിട്ടൊന്നുമില്ല. സാധാരണ കർമ്മം ചെയ്യുന്നത് എന്താ? എന്തോന്ന് കിട്ടാത്തത് പുതിയതായി കിട്ടാനാണ്. ഭഗവാൻ പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കുന്നതിൽ എനിക്കൊന്നും അനവാപ്തമായിട്ടൊന്നുമില്ല കിട്ടാനായിട്ട്. എന്നാലോ വർത്തയേവ ച കർമ്മിണി, അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാതിരിക്കണ്ടോ? നിരന്തരം പ്രവർത്തിക്കുന്നു, രാവും പകലും പ്രവർത്തിക്കുന്നു. എന്തിനു ഭഗവാനെ അങ്ങനെ പ്രവർത്തിക്കണം? കുറച്ച് റെസ്റ്റ് എടുത്തൂടെ? യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണി അതന്ത്രിതഃ. ഞാൻ ഇങ്ങനെ മടികൂടാതെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ക്ഷത്രിയനായി ജനിച്ചതുകൊണ്ട് ഓർത്തോളണം, ഓരോരോ സ്വഭാവത്തിന് ഓരോ ധർമ്മമാണ്. ഭഗവാൻ തന്റെ സ്വഭാവത്തിനെയാണ് ന്യായീകരിക്കുന്നത്. ക്ഷത്രിയ വംശത്തിൽ ജനിച്ചതുകൊണ്ട് ഞാനിങ്ങനെ അനുസ്യൂതം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, മടികൂടാതെ ലോകമംഗളത്തിന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ഈ ക്ഷത്രിയന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്റെ വഴിക്ക് നടക്കും. മമ വർത്തമാനു വർത്തന്തെ. അതാണ് ബുദ്ധൻ ക്ഷത്രിയധർമ്മത്തിൽ സന്യാസം എടുത്ത് എല്ലാ കർമ്മവും വിട്ടപ്പോ ക്ഷാത്രവീര്യമേ ഭാരതത്തിൽ നിന്ന് പോയി. എന്താ? മമ വർത്തമാനു വർത്തന്തെ യദ്യദാചരതി ശ്രേഷ്ഠ. സകല രാജാക്കന്മാരും അഹിംസാ പരമോ ധർമ്മ എന്ന് പറഞ്ഞിരുന്നു. വരുണമാപ്പിളയൊക്കെ ചവിട്ടിയിട്ട് പോയി. ബ്രാഹ്മണൻ പറയേണ്ടത് ക്ഷത്രിയൻ പറഞ്ഞു. ഗീതയും ബുദ്ധനും ഒരേ ടീച്ചിങ് ആണ്. എവിടെയാ വ്യത്യാസം? ഭഗവാൻ പറഞ്ഞു അഹിംസാ പരമോ ധർമ്മ, നാഹം കർത്ത നാഹം ഭോക്ത, യുദ്ധസ്വഭാരത. ഇതറിഞ്ഞിട്ട് ബുദ്ധൻ ക്ഷത്രിയനെ രക്ഷിക്കേണ്ട ഒരു യുദ്ധം ചെയ്യാനല്ല കാരണം. ക്ഷത്രിയന്റെ പവർ പോയി. എന്താന്ന് വെച്ചാൽ ക്ഷത്രിയന്റെ സ്വഭാവത്തിനനുസരിച്ച് എങ്ങനെ ഇരിക്കണോ ആ സ്ഥലത്ത് വേറെ, അതും പ്രകൃതിയിലൊരു ഉദ്ദേശമാണ്. ഈ ബുദ്ധൻ വന്നതും ബുദ്ധൻ അങ്ങനെ പ്രവർത്തിച്ചതും കുറ്റമല്ല ഞാൻ പറയണത്. ബുദ്ധമതത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ക്ഷത്രിയ ധർമ്മം ഈ ഭാരതത്തിൽ ഒരുപക്ഷെ വളരെയധികം ഹിംസാത്മകമായ ഒരു സ്ഥിതിയിൽ പോയപ്പോഴായിരിക്കാം. ഒക്കെ ബാലൻസിങ് ആണ്. ഒന്നൊന്ന് ഇക്വിലിബ്രിയം കൊണ്ടുവരാനാണ് ബുദ്ധൻ ക്ഷത്രിയനായി തന്നെ വന്ന് ആ ക്ഷാത്രധർമ്മത്തിനെ ഒന്ന് അല്പം ഒരു സ്ലൂയിസ് ഗേറ്റ് തുറന്നു വിട്ടത്. വെള്ളം തിരി പോട്ടെ, വളരെ ടൈറ്റായിട്ടിരിക്കും. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായി? ഒക്കെ പോയി. പിന്നെയും ശങ്കരാചാര്യർ വന്നു, അവര് വന്നു, ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ ഭഗവാൻ ഇവിടെ പറയണത്, ക്ഷത്രിയനായതുകൊണ്ട് ഞാൻ ഇപ്പൊ എല്ലാം ഉപേക്ഷിച്ചാൽ, ഞാൻ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഇവരൊക്കെ കർമ്മം ഉപേക്ഷിക്കും.
പിന്നെ എന്താവും? ഉത്സീതയുരിമേ ലോകാഹ ന കുര്യാം കർമ്മ ചെയ്തഹം. ഞാൻ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രജകളെ മുഴുവൻ ഞാൻ നശിപ്പിക്കും, വഴിതെറ്റിക്കും. സങ്കരസ്യ കർത്താസ്യാം. ഞാൻ ആളുകളുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും, സംശയം ഉണ്ടാക്കും. ഉപഹന്യാമിമാ പ്രജാഹ. ഈ പ്രജകളെയൊക്കെ വഴി നടത്തുന്നതിന് പകരം, ധർമ്മമാർഗത്തിൽ നടത്തുന്നതിന് പകരം അവരെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കും. അവരും ഒക്കെ കുഴുമടിയന്മാരായിട്ട് തീരും. ഞാൻ ഈ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ അവരും ഒന്നും ചെയ്യില്ല. ഞാൻ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ അവരും ചെയ്യില്ല. അതിനുവേണ്ടി ഞാൻ ആ സ്ഥിതിയിലിരുന്നു കൊണ്ട് എനിക്കൊന്നും നേടാനില്ലെങ്കിലും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അർജുന, സക്താ കർമ്മണ്യവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാൻസ്തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. സക്താഹ കർമ്മണി അവിദ്വാംസഃ. അറിവില്ലാത്തവര് അവരെയാണ് അവിദ്വാംസഃ എന്ന് ഭഗവാൻ പറയണത്. ലൗകികന്മാർ, ആഗ്രഹമുള്ളവർ എങ്ങനെ പ്രവർത്തിക്കണു? നിരന്തരം പ്രവർത്തിക്കണം, അല്ലേ? അതേപോലെ തന്നെ വിദ്വാനായിട്ടുള്ളവനും പ്രവർത്തിക്കട്ടെ. പക്ഷെ എങ്ങനെ? എവിടെയാ ഭേദം? സക്താഹ കർമ്മണി അവിദ്വാംസഃ യഥാ കുർവന്തി ഭാരത തഥാ വിദ്വാൻ. അതേ സ്ഥലത്ത് വിദ്വാനും ലോകമംഗളത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കട്ടെ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവിദ്വാൻമാർ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വിദ്വാനായിട്ടുള്ള നിസ്വാർത്ഥനായിട്ട് നിരന്തരം പ്രവർത്തിക്കട്ടെ എന്ന് പറയാണ് ഭഗവാൻ. അത് തുടർന്ന് നമുക്ക് നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.